ഇഷ്ടായി നല്ല ടേസ്റ്റ്. ഞാൻ എന്റെ കാര്യം ചോദിച്ചത് പങ്കുവയ്ക്കൂ സ്നേഹത്തിന്റെ രുചി. ഇവിടെ എല്ലാം സ്പെഷ്യലാണ്. ദ സോൾട്ട് റെസ്റ്റോറന്റ്, കാക്കനാട്, തോപ്പുംപടി ആൻഡ് പനമ്പള്ളി നഗർ. മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിൽ കുമ്പളങ്ങി സേക്രഡ് ഹാർട്ട് ഇടവകയുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ പൂക്കളർപ്പിച്ചും മെഴുകുതിരി തെളിയിച്ചും ദുഃഖാചരണം നടത്തി. ആഗോള കത്തോലിക്ക സഭ പരമാധ്യക്ഷനായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിൽ ഇടവക ജനം മെഴുകുതിരികൾ കത്തിച്ചും പൂക്കളർപ്പിച്ചും കൊണ്ടാണ് 3 ദിവസത്തെ ദുഃഖാചരണം കുമ്പളങ്ങി സേക്രഡ് ഹാർട്ട് പള്ളിയിൽ നടത്തിയത്. വൈകിട്ടത്തെ ദിവ്യബലിക്ക് ശേഷം പാരിഷ് ഹാളിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള മാർപ്പാപ്പയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പ്രത്യേകം ഒരുക്കിയ പീഠത്തിലാണ് പുഷ്പങ്ങളും തിരികളും വിശ്വാസികൾ പ്രദക്ഷിണമായി എത്തി ആദരാഞ്ജലികൾ സമർപ്പിച്ചത്. ഫാത്തിമ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ, സിസ്റ്റർ എസ്റ്റേൽ, വികാരി ഫാദർ ആന്റണി അഞ്ചുകണ്ടത്തിൽ, ഫാത്തിമ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ, സിസ്റ്റർ എസ്റ്റൽ, കൺവീനർ ജോണി പൊളിക്കൽ, ക്ലെമന്റ് കരോട്ട് പറമ്പിൽ, ബിൻഡ്രോയ് കരോട്ട് പറമ്പിൽ, കപ്പ്യാർ ജോബി മാളിയക്കൽ, പീറ്റർ പൊളിക്കൽ, ടോജി കുച്ചേരി, ജോബ് പൊളിക്കൽ, സ്റ്റാൻലി പൊളിക്കൽ, ജേക്കബ് മാടവന എന്നിവർ ആദരാഞ്ജലി സമർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പാപ്പായുടെ ദേഹവിയോഗത്തിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജനത ഒപ്പം മറ്റെല്ലാ ജനതകളും ആദരാഞ്ജലികളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാലയളവിൽ കുമ്പളങ്ങി സേക്രഡ് ഹാർട്ട് ഇടവക 3 ദിവസത്തെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകളും ആദരാഞ്ജലികളും പാപ്പയുടെ വേർപാടിൽ അർപ്പിക്കുകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 6:15 കുർബാനയ്ക്ക് ശേഷം എല്ലാ വിശ്വാസികളും മെഴുകുതിരികൾ കത്തിച്ചു പിടിച്ചുകൊണ്ടും പൂക്കളും പ്രാർത്ഥനകളുമായിട്ട് പാരിഷ് ഹാളിൻ്റെ മുമ്പിലായിട്ട് ഒരുക്കിയിരിക്കുന്ന പരിശുദ്ധ പിതാവിൻ്റെ ചിത്രത്തിന് മുമ്പിൽ മെഴുകുതിരികളും പുഷ്പങ്ങളും അർപ്പിച്ച് പ്രത്യേകമായിട്ട് പരിശുദ്ധ പിതാവിൻ്റെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുക. 12 വർഷക്കാലം തിരുസഭയെ കരുണയിലും സ്നേഹത്തിലും നയിച്ച വ്യത്യസ്തനായിട്ടുള്ള ഒരു പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ. സകലർക്കും ലോകം മുഴുവനും തന്നെ യേശുവിൻ്റെ സ്നേഹവും വിനയവും ചൈതന്യവും പകർന്നു കൊടുക്കാനായിട്ട്, അതുവഴിയായിട്ട് സകലരുടെയും ഹൃദയം കവരാനായിട്ട് പരിശുദ്ധ പിതാവിന് സാധിച്ചു എന്ന് തന്നെ. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.